ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് അംഗമായ ആദ്യ കേരളീയൻ ഡോക്ടർ ജോൺ മത്തായി. ഒന്നാമത്തെ നെഹ്റു മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തത്. വി കെ കൃഷ്ണമേനോൻ. പ്രതിരോധ വകുപ്പിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ ആദ്യ കേരളീയൻ വി കെ കൃഷ്ണമേനോൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറും അദ്ദേഹമായിരുന്നു വി കെ കൃഷ്ണമേനോൻ. എ കെ ആന്റണി. പ്രതിരോധ വകുപ്പിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തി. പനംപള്ളി ഗോവിന്ദ മേനോനാണ് കേന്ദ്ര ക്യാബിനറ്റിൽ റെയിൽവേയുടെ ചുമതല വഹിച്ച മലയാളി. പനംപള്ളി ഗോവിന്ദ മേനോൻ. സി എം സ്റ്റീഫൻ. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ മലയാളി സി എം സ്റ്റീഫൻ. പാർലമെന്റിൽ അംഗീകൃത പ്രതിപക്ഷ നേതാവായ കേരളീയനും ഇദ്ദേഹം തന്നെയായിരുന്നു. കെ കരുണാകരൻ. കേന്ദ്ര വ്യവസായ വകുപ്പിൽ ക്യാബിനറ്റ് മന്ത്രിയായ മലയാളി കെ കരുണാകരൻ. വയലാർ രവി. ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സിൽ ക്യാബിനറ്റ് മന്ത്രിയായ മലയാളി വയലാർ രവി. കെ ആർ നാരായണൻ. ഇന്ത്യയുടെ 10ാമത് പ്രസിഡന്റായിരുന്ന വ്യക്തിയായിരുന്നു കെ ആർ നാരായണൻ. ഒ എം നമ്പ്യാർ. ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് നേടിയ കേരളീയൻ ഒ എം നമ്പ്യാർ 1985 പി ടി ഉഷയുടെ കോച്ചായിരുന്നു. കെ എം ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽ രത്ന നേടിയ ആദ്യത്തെ മലയാളി കെ എം ബീനാമോൾ 2002-2003. സർദാർ കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കർ. ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ. ജസ്റ്റിസ് പി ഗോവിന്ദ മേനോനാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി. നിരുപമ റാവു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ വക്താവായ മലയാളി നിരുപമ റാവു. ജി ശങ്കരക്കുറുപ്പ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി ജി ശങ്കരക്കുറുപ്പ് 1965.